സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമങ്ങളും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച വിവിധ സംഘടനകളുടെ യോഗം ഇന്നാണ്. രാവിലെ 10 മണിക്ക് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാകും യോഗം ചേരുക. ലഹരി ഉപയോഗം തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി സലീം മാലിക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ കർമ്മ പദ്ധതിയെ സംബന്ധിച്ച് നേരത്തെ SKNുമായുള്ള അഭിമുഖത്തിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഈ യോഗത്തിന്റെ മറ്റ് ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാകും സലീം? ഉന്മേഷ സംസ്ഥാനത്തെ ലഹരി ഉപയോഗം വലിയ തരത്തിൽ അത് പിടിവിട്ടു പോകുന്നു എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. SKNet 40യുടെ തുടക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കും, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യമായ ഇടപെടലുണ്ടാകും എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവിധ സംഘടനകളുടെ യോഗം ചേരുന്നത്. ഇന്നത്തെ യോഗം ഇതുമായി ബന്ധപ്പെട്ട നിർണായകമാണ്. കാരണം സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി ലഹരിവേട്ട ഉണ്ടായിരുന്നു. അത് ഈ ഒരു പ്രത്യേക നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അത് ഏതൊക്കെ നിലയിൽ വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി സർക്കാരിന് മുൻപിൽ ഉയരുന്നത്. ഒപ്പം തന്നെ ഈ ലഹരിവേട്ട വ്യാപിക്കുന്നതിനൊപ്പം തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെ തടയിടാൻ എന്തൊക്കെ നിർദ്ദേശം ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ യോഗത്തിൽ ആരായുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപക സംഘടനകൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകളെ ഇന്നത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതെല്ലാ സംഘടനകളെയും ക്ഷണിച്ചിട്ടുണ്ട്. മാധ്യമ പ്രതിനിധികളെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ ഇന്നത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിയമസഭാ ഹാളിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ഇന്നത്തെ യോഗം നടക്കുക. വിശാലമായ ചർച്ച ഇന്ന് രാവിലെ നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷം ഈ ചർച്ചയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ക്രോഡീകരിച്ചതിന് ശേഷം സംസ്ഥാനം ഒരു കർമ്മ പദ്ധതിയിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.